ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തേങ്ങ കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്, തേങ്ങ കിളിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലൊരു രസകരമായൊരു കഥയുണ്ട്. അതായത് 2 മാസം മുമ്പ് ഇതൊരു പച്ചത്തേങ്ങയായിട്ടിരുന്ന സമയത്ത് എൻ്റെ വൈഫ് ശാമിനി നമ്മൾ സാധാ കൈപ്പാരയുണ്ട്, ഹാൻഡിൽ വെച്ച് മേലോട്ടാക്കി പൊതിക്കുന്ന, അത് വെച്ച് പൊതിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ ഒരു ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതായതുകൊണ്ട് അവളാവുന്ന 18 വയറ്റിയിട്ട് ഇത് പൊതിക്കാൻ പറ്റില്ല. അന്ന് എൻ്റെ ബൈക്കിൽ നിന്ന് വീണ് എൻ്റെ കൈക്ക് വേദനയായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിന് തൊണ്ട് കൈകൊണ്ട് പിടിച്ചു മാറ്റാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് കാരണം അവൾ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നില്ല. പകരം ഇതാരും കാണാതെ നമ്മുടെ ഈ വിറകടുപ്പിൻ്റെ താഴെ വിറക് വാരിയിടുന്ന ഭാഗമില്ല, അവിടെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കളിയാക്കുമെന്ന് പേടിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാക്ക് തപ്പി ഇങ്ങനെ പോയപ്പം കാണാ അതിൻ്റെ അടിയിലൊരു തേങ്ങ ഇരിക്കുന്നു. എടുത്ത് നോക്കിയപ്പോൾ അത് കിളിച്ചിട്ടുണ്ട്. പണ്ടുള്ള കാരണവന്മാർ പറയുന്നിട്ടുണ്ട്, ഈ തെങ്ങ് പേടിച്ചാൽ തെങ്ങ് പെട്ടെന്ന് കായ്ക്കുമെന്ന്. തേങ്ങ പേടിച്ചിട്ട് തേങ്ങ കിളിക്കും എന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇത് പേടിച്ചത് കൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ കിളിച്ചാണ്. അതിൻ്റെ കൂട്ടത്തിലുള്ള അന്ന് മേടിച്ച 50 തേങ്ങയ്ക്കകത്ത് ബാക്കി ഇനിയും കിടപ്പുണ്ട് ഒരു 10-12 തേങ്ങകളോ. അതൊന്നും കിളിച്ചിട്ടില്ല. പക്ഷേ ഇത് എന്തോ തേങ്ങ പേടിച്ചാൽ കിളിക്കുമോ, പേടിച്ച് കിളിച്ചതെന്ന് തോന്നും. ഇനി അവളെ പേടിച്ചിട്ടാണോ കിളിച്ചതെന്ന് അറിയില്ല. അവളങ്ങാണം കേട്ടാൽ മിക്കവാറും എന്നെ എടുത്ത് പൊതിക്കും. എന്തായാലും ഈ തേങ്ങ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത്, ചട്ടിയിൽ തെങ്ങും തൈ നടത്തി അതിനെ വളർന്നു വരുമ്പം നമ്മൾ ഡ്രമ്മിലോട്ട് മാറ്റി ഒരു തെങ്ങ് നട്ട് വളർത്തണം. അതിനുവേണ്ടി തെങ്ങും തൈ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമായിരുന്നു. എന്തായാലും ദൈവമായിട്ട് അനുഗ്രഹിച്ച് ഇങ്ങനൊരു തെങ്ങും തൈ കിട്ടിയത് ഭാഗ്യം. എനിക്ക് തോന്നുന്നതാണ് ഈ തേങ്ങ, അല്ലെങ്കിൽ പിന്നെ ഇത് മാത്രമായിട്ട് കളിക്കാൻ കാര്യമുണ്ട്. തേങ്ങ പേടിച്ചതുകൊണ്ട് കളിച്ചതെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടാണ് കളിച്ച് വരുന്നത്, നല്ല മുളയായിട്ട്. എന്തായാലും ഇവനെ നമുക്കൊരു ചട്ടി നട്ട് നോക്കാം. ഓക്കെ, എൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സോടെ പോകുന്ന നോക്കാം എങ്ങനെ കളിച്ച് വരുന്നുണ്ടെന്ന്. തേങ്ങ പേടിച്ച് കളിച്ചത് മുളച്ചതായിട്ട് ആണെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഞാനൊരു പരീക്ഷണം നടത്തിയായിരുന്നു. തേങ്ങ പൊതിച്ചെടുത്തിട്ട് കവറിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിനകത്ത് കെട്ടിയിട്ട് ആവി ഇങ്ങനെ ആക്കിയിട്ട് അതങ്ങനെ തേങ്ങ കിളിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. ഇത് പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആ പോള തൊണ്ട് ഇളകിയപ്പം കിട്ടിയ ഗ്യാപ്പോ എന്തോ ഒരു ഇതുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ കിളിച്ചതെന്നുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇതിനെ ചട്ടിയിൽ നട്ടു നോക്കാം. നമ്മൾ തേങ്ങ ചട്ടി നടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുള നേരെ വരത്തക്ക രീതിയിലാണ് നടുന്നത്. നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈസി പോട്ടിംഗ് മിക്സാണ്. നമ്മുടെ കട്ടപ്പനക്കാരൻ്റെ ഈസി പോട്ടിംഗ് മിക്സ്. സംഭവം സൂപ്പറാട്ടോ. ഞാൻ കുറേ ചെടിയൊക്കെ നടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം. നമ്മളത് കുറച്ച് ചട്ടിയിട്ടുണ്ട്. അതിനുശേഷം മുള നേരെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള അതിലൂടെ കുറേ ഈസി പോട്ടിംഗ് മിക്സ് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. മിക്സിലൂടെ ഇതിൻ്റെ ഏകദേശം 3/4 ഭാഗം വരത്തക്ക രീതിയിൽ നിറയ്ക്കണം. ബാക്കി ഇവിടെ ഭാഗം കൊണ്ട് നിറച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഏകദേശം ഇങ്ങനെ മുള ഇങ്ങനെ വരത്തക്ക രീതിയിൽ നമ്മൾ 3/4 കൂടുതൽ ഭാഗത്ത് ഇട്ട് നിറച്ചിട്ടുണ്ട്. നമ്മളതിനെ എവിടെയാണോ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ വളർന്നു വരുന്ന
അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് വരുന്നതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ പുതിയ വീഡിയോ ആക്കി പിന്നീട് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, ബൈ.